എന്റെ മുമ്പിലേക്ക് വാ. ഏത് സമയത്താ? യുവകോമളനായ സുന്ദരനായ സുഹൃത്ത് നിറഞ്ഞ ഒരു കാലത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നത്തെ ഏറ്റവും വലിയ സൗന്ദര്യവതിയായ ആ ഒരു കാലത്താണ് ചെറുപ്പക്കാരനായ 20, 21, 22 വയസ്സായ ഒരു അടിമയായി ജീവിച്ചിരുന്ന യൂസുഫ് നബിയെ സുലൈഖ ബീവി ക്ഷണിച്ചത് എന്തിലേക്ക്? വ്യഭിചാരത്തിലേക്ക്. എനിക്ക് നിന്നെ കണ്ടുകൊണ്ട് ആഗ്രഹം തോന്നുന്നുണ്ട്, അതുകൊണ്ട് വഖാലത്ത് ഹൈതലക്ക്, എല്ലാം ഞാൻ അടച്ചു, വാ, വന്നില്ല എങ്കിൽ നിന്നെ ഞാൻ ജയിലിലടക്കുമെന്ന് വരെ പറഞ്ഞില്ലേ? അന്ന് ജയിലിലടക്കാൻ കഴിയുന്ന ഒരു തലത്തിലുള്ള സ്ത്രീയായിരുന്നു അവർ പറഞ്ഞു, യൂസുഫ് നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളെ ജയിലിലടക്കുമെന്ന് പറയുന്ന ഒരു ഭീതിതമായ അന്തരീക്ഷമൊന്നും നമ്മുടെ വീടിന്റെ മുറ്റത്തില്ലെന്ന്. ആ സമയത്ത് എന്താ പറഞ്ഞത്? ഖാല മഅദല്ലാഹ്, ഇത് പഠിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സദസ്സുകളിലേക്ക് മക്കളെ എത്തിക്കണം. ഇങ്ങനെയുള്ള സദസ്സുകളിലേക്ക് മക്കളെ കൊണ്ടുവരാൻ താല്പര്യം കാണിക്കാത്ത ഒരു ലോകത്ത് മറ്റുള്ള പല ആസ്വാദന കേന്ദ്രങ്ങളിലേക്കും നമുക്ക് മക്കളെ കൊണ്ടുപോകാൻ കുഴപ്പമില്ല. ഇവിടുത്തെ പൂർണ്ണ ഉത്തരവാദി അത് കൃത്യമായിട്ട് രക്ഷിതാക്കളാണ്, മഹലിലെ കാരണവന്മാരാണ്, സംഘടനയുടെ ആളുകളാണ്. ഇവരാണ് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്റെ വാക്കുകൾ വെറും വികാരഭരിതമായ വാക്കുകളാക്കി ചുരുക്കി കളഞ്ഞാൽ തന്റെ അടുക്കളയുടെ ഉള്ളിലേക്ക് ഇതുപോലെയുള്ള ഭീമത്സകരമായ അന്തരീക്ഷം വന്ന് ഈമാൻ കട്ടുകൊണ്ടുപോകുന്ന ഒരു കാലത്ത് നമ്മൾ ഖേദിക്കേണ്ടി വരും. അവിടെ നിന്ന് പറഞ്ഞു, ഖാല മഅദല്ലാഹ്, അല്ലാഹുവിനെ എനിക്ക് പേടിയാണ് പെണ്ണേ. ഇന്നഹു റബ്ബി അഹ്സന മത്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. പുറം ലോകം കാണാത്ത ജയിൽ കാണിച്ചു കൊടുത്തിട്ടാ പറഞ്ഞത്. ഈ ജയിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹവിശ്വാസികളെ, അല്ലാഹു ഇതുപോലെ അവരുടെ സ്വർഗ്ഗലോകത്ത് നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസ് എന്ന് പറയുന്ന കഥ എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ 23-ാമത്തെ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. وراودته التي هو في بيتها عن نفسه وعلقت الأبواب قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون. അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ ഈ ഒരു സമകാലിക സാഹചര്യത്തിൽ തികച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ വീടുകളിൽ, കുടുംബങ്ങളിൽ, നാടുകളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ കൃത്യമായിട്ട് ബോധവൽക്കരണം നടത്തേണ്ട ഒരു ചുറ്റുപാടിലാണ് സത്യത്തിൽ നാം ഉള്ളത്. പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ, വേദികൾ, നല്ല സദസ്സുകൾ, ആളുകളൊക്കെ വെറുപ്പോടുകൂടെയും അതിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരു കാലത്തേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേള. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മാതാവും പിതാവും മക്കളും കുടുംബവും ആസ്വാദനത്തിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിലേക്കും പോകുന്ന സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാവുന്നുവെങ്കിലും ഈ ഒരാഴ്ചക്കിടയിൽ, ഈ ഒരു 1-2 ആഴ്ചക്കിടയിൽ സമകാലികമായ സാഹചര്യം എന്ന് പറയുന്നത് വേദനാജനകമാണ്. കാലങ്ങൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ ചിലപ്പോൾ നമ്മുടെ നാടുകളിൽ, നഗരങ്ങളിൽ, കുടുംബങ്ങളിൽ ഉണ്ടാകും. എങ്ങോട്ടാണ് മനുഷ്യ നമ്മുടെ ഈ പോക്ക് എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോ വലിയ പ്രതിസന്ധിയാണ്. പറയുന്ന ഉസ്താദിനെ അല്ലെങ്കിൽ പറയുന്ന അതിന് പറ്റിയ ആളുകളെ ചോദ്യം ചെയ്യപ്പെടുകയും അതെന്താ കുഴപ്പമെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ കാലത്ത് ഒരു പുതിയ പ്രവണത. പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകൾക്കപ്പുറം, ഞാൻ എന്ന വ്യക്തിയിലപ്പുറം, എന്റെ ഈ പറയുന്ന വിഷയത്തിന്റെ ഉൾക്കാമ്പിനെ കൃത്യമായി മനസ്സിലാക്കി നാടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് നമ്മൾ ഇറക്കി വെച്ചില്ല എങ്കിൽ ഏതൊരു വൃക്ഷത്തിന്റെയും അടിവേര് തകരുമ്പോ സ്വാഭാവികമായും ആ വൃക്ഷത്തിന് നിലനിൽപ്പുണ്ടാവില്ല. ഇപ്പൊ ഒരു പുതിയ ട്രെൻഡ്, പുതിയൊരു കാലത്ത്
ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയൊരു വിഷമകരമായ സീൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ പള്ളി വളരെ വിശാലമാണ്. 3000-ഓളം വരുന്ന വീടുകൾ എന്ന് പറയപ്പെടുന്ന നമ്മുടെ മഹല്ല് പള്ളിയിൽ 12:30 ബാങ്ക് കൊടുക്കുന്ന ജുമാക്ക് ആളുകൾ എത്തിപ്പെടുന്ന സമയം, ഇനി എത്തിപ്പെട്ടാൽ തന്നെ തിരിച്ചു പോകുന്നത് ദുആഇന് പോലും. സലാം വീട്ടിയാൽ, ഒന്നാം സലാം വീട്ടിയാൽ രണ്ടാം സലാം വീട്ടിലെത്തുന്ന രൂപത്തിൽ ഇറങ്ങി ചാടിപ്പോകുന്ന മക്കൾ, ഒരു ദുആഇന്റെ സദസ്സിലേക്ക് വരാൻ പറ്റാത്ത മക്കൾ, അത് വെറുപ്പോടെ കാണുന്ന മക്കൾ, ഈ അടുത്ത് കണ്ട സീന് വാഴ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് പോവുകയും കൂട്ടുകാരൊരുമിച്ച് ആ സിനിമയ്ക്ക് പോയി അതിലേതോ ഒരു സീന് ഉസ്താദുമാരൊക്കെ കൂടി ഉസ്താദുമാരുടെ റോൾ അഭിനയിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോ അതിന് ആമീൻ പറയുന്ന, തിയേറ്ററിൽ ഇരുന്നു കൊണ്ട് അതിന് ആമീൻ പറയുന്ന മക്കൾ, പള്ളിയിൽ ആമീൻ പറയാൻ സമയം കിട്ടാത്ത മക്കൾക്ക് കുടുംബസമേതം തിയേറ്ററിൽ പോയിട്ട് ആ ഒരു വിഷയത്തെ റീൽസ് ആക്കുകയും മൊബൈലുകളിൽ ഇടുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറയാണ് നമ്മുടെ നാടുകളിൽ വളർന്നു വരുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു വീട്ടിലേക്ക് ഒരു ഉസ്താദിന്റെ ഒരു അനുഭവം പങ്കുവെച്ചതാണ്. ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു ഒഴിവുകൾ പറഞ്ഞ് മറ്റന്നയാക്കാമെന്ന് പറഞ്ഞപ്പോ കുടുംബത്തിലെ പിതാവ് പറഞ്ഞു, അന്ന് ആരും ഉണ്ടാവില്ല, അന്ന് വാഴ എന്ന് പറയുന്ന സിനിമ കാണാൻ പോവാൻ നിൽക്കുകയാണ്. വെല്ലിപ്പാന്റെ ആണ്ടിന് പോലും സമയമില്ലാത്ത എന്റർടൈൻമെന്റിലേക്ക് മനുഷ്യ കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ പ്രവണതയിൽ മക്കളെ എവിടേക്കാ നമ്മൾ കൊണ്ടുപോകുന്നത്? ഈ സമുദായത്തെ നമ്മൾ എവിടേക്കാ കൊണ്ടുപോകുന്നത്? ഇത് കുറകെ എന്നെ പോലുള്ളവർ പ്രസംഗിച്ചത് കൊണ്ടോ പ്രഭാഷണ വേദികൾ നടത്തിയത് കൊണ്ടോ കൃത്യമായിട്ട് ഞാൻ ആലോചിച്ചു പറയുന്നു, വെറും ചടങ്ങുകൾക്കപ്പുറം മഹല്ലുകളിലെ, പള്ളികളിലെ, സംഘടനകളിലെ രാഷ്ട്രീയക്കാരുടെ പരിപാടികൾ മുഴുവനും വെറും ചടങ്ങുകളാണ്. ഒരു പുലബന്ധം ഇഖ്ലാസ് പോലും ഇല്ലാത്ത ഒരു പ്രവണതയിലേക്ക് നമ്മൾ മാറുകയാണ്. ഈ സമുദായം എവിടേക്കാ പോവുക? ഈ സമുദായത്തിന്റെ എല്ലാവിധ നന്മകളും നമ്മൾ പറയുമ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്ക്, സോഷ്യൽ മീഡിയകളിൽ കാണുന്ന ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സംഗതികൾക്ക് ഏറ്റവും കൂടുതൽ റീൽസുകൾ ഇറങ്ങുന്നത് മുസ്ലിം മക്കളെയാണ്, മുസ്ലിം കുടുംബത്തിന്റെ മക്കൾ. അവർക്ക് ഇന്നതാണ്. ഈ കോഴിക്കോട് ജില്ലയിലാണ് അതിനെന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വീട്ടിന്റെ ഉള്ളിലെ തന്റെ കുടുംബക്കാരിയായ ഒരു പെണ്ണിനെ കഴുത്ത് തിരിച്ചു കൊന്ന സംഭവം ഈ 2 ആഴ്ചക്കിടയിൽ നമ്മുടെ ചുറ്റുപാടിൽ നടന്നതാ. നമ്മുടെ ചുറ്റുപാടിലല്ലേ അതിനെന്ന് പറയുന്ന ഒരു കുടുംബക്കാരൻ ആങ്ങളെയും പെങ്ങളെയും ഒരു ബെഡിൽ പോലും ഒരുമിച്ച് പ്രായപൂർത്തിയായതിനു ശേഷം കടത്തരുതെന്ന് പറഞ്ഞ് ഇസ്ലാം എത്രത്തോളം നമുക്ക് അന്വർത്ഥമാക്കി തരുന്നുണ്ട്. പ്രായപൂർത്തിയായ ഒരു മകനെ തന്റെ സ്വന്തം ഉമ്മയുടെ കൂടെ കടത്തരുതെന്ന് പറയുമ്പോ ഈ കുടുംബത്തിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കണം. അതിനാൽ കൊലപ്പെടുത്തിയ കുടുംബത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന അവർ നല്ല സ്നേഹത്തിലും സന്തോഷത്തിലുമായിരുന്നു. പക്ഷെ അതിനാൽ അന്യപുരുഷനാണ്, ഈ പെണ്ണ് അന്യ സ്ത്രീയാണ്. അവർക്ക് അങ്ങനെയൊന്നും ഒരു കേവലം അങ്ങനെ അന്യത എന്ന് പുലർത്താതെ സൗഹൃദം പുലർത്തിയതിൽ നിന്ന് ആ കുടുംബത്തിന് കിട്ടിയതാണ്. പല പിതാക്കളും മാതാക്കളും വന്നിട്ട് വിഷമങ്ങൾ പറയുന്നുണ്ട്, മകന്റെ കല്യാണം ശരിയാവണില്ല, മകൾക്കൊരു പുതിയ ആപ്പിള കിട്ടാനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു ദുആ ചെയ്യാൻ പറയുന്ന ഒരു കാലത്താണ് ഈ അടുത്ത് മറ്റൊരു വാർത്ത കേട്ടത്. 180ഓളം അല്ലെങ്കിൽ 150ഓളം വരുന്ന പെൺകുട്ടികളെ അപമര്യാദയോടെ ഇടപെടുകയും പെൺവാണിഭം നടത്തുകയും പീഡിപ്പിക്കുകയും ചെയ്ത് 350ഓളം വരുന്ന റെക്കോർഡുകൾ അവന്റെ കയ്യിലുണ്ടാവുകയും അതും പ്രായപൂർത്തി കഴിഞ്ഞ് വളരെ സ്വല്പം അല്പം വയസ്സ് മാത്രമായിട്ടുള്ള ഒരു ചെക്കന്റെ ഒരു ഫോട്ടോ നമ്മുടെ കാഴ്ചകളിൽ സോഷ്യൽ മീഡിയകളിൽ കണ്ടതാണ്. അതൊക്കെ സ്ക്രോൾ ചെയ്ത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മാറ്റുമ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കണം, ഇതും വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചില സംഭവവികാസങ്ങളായി മാറുമോ എന്നത്. ഇതിനാരാ തടുക്കേണ്ടത്? ഇതിന് രക്ഷിതാവ് വളരെ വലിയ ഉത്തരവാദിയാണ്, വലിയ ഉത്തരവാദിയാണ്. എന്റർടൈൻമെന്റ് എന്നതിന്റെ ഭാഗമായിട്ട് തന്റെ കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ വെക്കേഷൻ സമയങ്ങളായി കഴിഞ്ഞാൽ അതിന്റെ ആസ്വാദനം നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് തിയേറ്ററുകളിലേക്കാണ്. എന്നിട്ടോ ആ സിനിമയിൽ ഇറങ്ങിയ ഒരു പാട്ട് നമ്മുടെ മക്കളെ കൊണ്ട് ഉമ്മച്ചിമാർ തട്ടമിട്ട പറുതയിട്ട ഉമ്മച്ചിമാർ പാടിപ്പിച്ച് സോഷ്യൽ മീഡിയകളിൽ റീൽസ് വരുത്തുന്ന ഒരു പുതിയ സംഗതി. ഇതൊക്കെ ഒരു സ്വാഗതാർഹനീയമായ സംഗതിയാണോ? ഇതിനൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടേ? ഈ സമുദായം എങ്ങോട്ടാണ് പോകുന്നത്? പണ്ട് കാലങ്ങളിൽ
പണ്ട് കാലങ്ങളിൽ സിനിമയെ കുറിച്ച്, ഫിലിമിനെ കുറിച്ച് ഉസ്താദുമാർ, മഹാന്മാർ പള്ളികളുടെ വരാന്തകളിൽ നിന്ന് സീരിയലുകളെ കുറിച്ച് വളരെ വിശാലമായി കൊണ്ട് എതിർത്തപ്പോ ഒരു പുതിയ ജൻസി പോലെയുള്ള അന്നത്തെ കാലത്തെ ജനറേഷൻ പറഞ്ഞിരുന്നു, ഇതെങ്ങനെ എതിർക്കാനാ, അതിനെന്താ കുഴപ്പമെന്ന് പറഞ്ഞു വന്ന അതേ പിതാക്കൾ ഇതിന്റെ പേരിൽ കരയുന്ന ഒരു കാലത്തേക്ക് ഈ സമുദായത്തെ എത്തിച്ചതിന്റെ പുറകിൽ രക്ഷിതാക്കൾക്ക് വലിയ കടമയുണ്ട്, രക്ഷിതാക്കൾക്ക് വലിയ ബാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുന്ന ചുരുക്കം നമ്മൾ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ നോക്കണം. വീട്ടിലെ മക്കളുടെ, കുടുംബത്തിന്റെ, മരുമകളുടെ പർദ ഇന്ന് ഒരു പുതിയ ആവിഷ്കാരമായി മാറി. പർദ എന്ന് പറയുന്നത് അവരുടെ ഔറത്ത് മറക്കാനും മറ്റുള്ളവർ കാണാതിരിക്കാനുമുള്ള ഒരു വലിയ സംവിധാനമായിട്ട് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന പർദ പോലും ഇട്ടിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് പോവാൻ മടിയില്ലാത്ത ഒരു പുതിയ ലോകത്തെ കുറിച്ച് പറയുന്നവരെ വിശദീകരിക്കുന്ന, വിചിന്തനം നടത്തുന്ന, യാഥാസ്ഥികനാക്കുന്ന, പഴഞ്ചനാക്കുന്ന ഒരു പുതിയ കാലഘട്ടം. ഞാൻ ഈ പറയുന്നത് ഇവിടെയല്ല, സോഷ്യൽ മീഡിയകളിലൂടെ പുറം ലോകത്തേക്കും ഇതെത്തുമെന്നറിയാം. ഈ കാണുന്ന ജൻസി പിള്ളേരും ന്യൂ ജനറേഷനും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതേ യൗവനത്തിൽ തന്നെയാണ് ഞാനും ജീവിക്കുന്നത്. ഞാനും അത്ര പഴയ വസ്തുവൊന്നുമല്ല, മറിച്ചും ഞാൻ ഇതേ കോലത്തിലുള്ള, അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രവാചകനാണ് യൂസുഫ് നബി. യൂസുഫ് നബി എവിടെയായിരുന്നു അടിമയായിരുന്നത്? ആ അടിമയായ സ്ഥലത്തെ പെണ്ണ് എന്ന് പറഞ്ഞാൽ സുലൈഖ ബീവി. അവിടെ നിന്ന് വിളിച്ചു ഞാൻ ചുരുക്കി പറയട്ടെ, എന്റെ മുമ്പിലേക്ക് വാ. ഏത് സമയത്താ? യുവകോമളനായ സുന്ദരനായ സുഹൃത്ത് നിറഞ്ഞ ഒരു കാലത്ത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്നത്തെ ഏറ്റവും വലിയ സൗന്ദര്യവതിയായ ആ ഒരു കാലത്താണ് ചെറുപ്പക്കാരനായ 20, 21, 22 വയസ്സായ ഒരു അടിമയായി ജീവിച്ചിരുന്ന യൂസുഫ് നബിയെ സുലൈഖ ബീവി ക്ഷണിച്ചത് എന്തിലേക്ക്? വ്യഭിചാരത്തിലേക്ക്. എനിക്ക് നിന്നെ കണ്ടുകൊണ്ട് ആഗ്രഹം തോന്നുന്നുണ്ട്, അതുകൊണ്ട് വഖാലത്ത് ഹൈതലക്ക്, എല്ലാം ഞാൻ അടച്ചു, വാ, വന്നില്ല എങ്കിൽ നിന്നെ ഞാൻ ജയിലിലടക്കുമെന്ന് വരെ പറഞ്ഞില്ലേ? അന്ന് ജയിലിലടക്കാൻ കഴിയുന്ന ഒരു തലത്തിലുള്ള സ്ത്രീയായിരുന്നവർ. അവർ പറഞ്ഞു, യൂസുഫ് നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളെ ജയിലിലടക്കുമെന്ന് പറയുന്ന ഒരു ഭീതിതമായ അന്തരീക്ഷമൊന്നും നമ്മുടെ വീടിന്റെ മുറ്റത്തില്ലെന്ന്. ആ സമയത്ത് എന്താ പറഞ്ഞത്? ഖാല മഅദല്ലാഹ്, ഇത് പഠിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സദസ്സുകളിലേക്ക് മക്കളെ എത്തിക്കണം. ഇങ്ങനെയുള്ള സദസ്സുകളിലേക്ക് മക്കളെ കൊണ്ടുവരാൻ താല്പര്യം കാണിക്കാത്ത ഒരു ലോകത്ത് മറ്റുള്ള പല ആസ്വാദന കേന്ദ്രങ്ങളിലേക്കും നമുക്ക് മക്കളെ കൊണ്ടുപോകാൻ കുഴപ്പമില്ല. ഇവിടുത്തെ പൂർണ്ണ ഉത്തരവാദി അത് കൃത്യമായിട്ട് രക്ഷിതാക്കളാണ്, മഹലിലെ കാരണവന്മാരാണ്, സംഘടനയുടെ ആളുകളാണ്. ഇവരാണ് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്റെ വാക്കുകൾ വെറും വികാരഭരിതമായ വാക്കുകളാക്കി ചുരുക്കി കളഞ്ഞാൽ തന്റെ അടുക്കളയുടെ ഉള്ളിലേക്ക് ഇതുപോലെയുള്ള ഭീമത്സകരമായ അന്തരീക്ഷം വന്ന് ഈമാൻ കട്ടുകൊണ്ടുപോകുന്ന ഒരു കാലത്ത് നമ്മൾ ഖേദിക്കേണ്ടി വരും. അവിടെ നിന്ന് പറഞ്ഞു, ഖാല മഅദല്ലാഹ്, അല്ലാഹുവിനെ എനിക്ക് പേടിയാണ് പെണ്ണേ. ഇന്നഹു റബ്ബി അഹ്സന മത്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. പുറം ലോകം കാണാത്ത ജയിൽ കാണിച്ചു കൊടുത്തിട്ടാ പറഞ്ഞത്. ഈ ജയിലിന്റെ ഉള്ളിൽ ചെക്ക നിന്നെ അടച്ചിടുമെന്ന് പറയുന്ന യൗവനത്തിന്റെ പ്രസരിപ്പുള്ള ഒരു ചെക്കൻ എന്ന് പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു മറുപടി കൊടുത്തത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിന്റെ 23-ാമത്തെ ആയത്തിലുണ്ട്. ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മത്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. തികച്ചും ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. എനിക്ക് അല്ലാഹു സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. എനിക്കതുകൊണ്ട് അക്രമത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന് പറയുന്ന യൂസുഫ് നബിയെ പോലെയുള്ള മക്കളെ കുടുംബത്തിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഖേദിക്കേണ്ടി വരും, ഖേദിക്കേണ്ടി വരും. നമ്മുടെ മഹല്ലുകളിൽ, ഗ്രാമങ്ങളിൽ, പ്രദേശങ്ങളിൽ ഒരു മകനുണ്ടായാൽ മതി ലഹരി ഉപയോഗിക്കുന്ന, കഞ്ചാവ് ഉപയോഗിക്കുന്ന. ആലോചിച്ചു നോക്ക്, സോഷ്യൽ മീഡിയകളിൽ കേൾക്കുന്ന വാർത്തകൾ 150ഓളം പെൺകുഞ്ഞുങ്ങളെ വ്യഭിചരിച്ചിട്ടും ഇന്നാണ് അവരെ കണ്ടുപിടിക്കുന്നത്. ആരാണ്? സാമ്പത്തിക പ്രൗഢിയുള്ള പൗരപ്രധാനികളല്ല, കേവലം ചില ദരിദ്ര കുടുംബങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ. ഒരു നിലക്കും 150 പെണ്ണുങ്ങൾ അതിന് സമ്മതിച്ചു എന്നതാണ് ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കാലത്ത് നടക്കാൻ ഇതെല്ലാം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മറ്റും കാണുമ്പോ അതൊക്കെ തള്ളി നീക്കാനാണ് നമ്മൾ ശ്രമിക്കല്. ഇതിന്റെ ഗൗരവം ആലോചിക്കണം. നമ്മുടെ കുടുംബത്തിലുണ്ടോ എന്നല്ല, നമ്മുടെ വീട്ടിലുണ്ടോ എന്നല്ല, നമ്മുടെ നാടുകളിലുണ്ടോ എന്നല്ല, നമ്മുടെ രാജ്യത്തുണ്ടോ എന്നല്ല, ലോകത്തുണ്ടായാൽ മതി. ഇതിന്റെ വിഷം നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കളിലേക്ക് വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു
അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നോക്ക്, ഖാലത് നഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ. മറിയം ബീവി പറഞ്ഞതാ. മറിയം ബീവിയെ ഇതുപോലെ ഒരു തലത്ത് നമ്മൾ പറയുന്നുണ്ടല്ലോ, എങ്ങനെയാ നന്നാവുക? ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്, ന്യൂ ജനറേഷൻ അങ്ങനെയാണ്. ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമ്മൾ പോകണം. കാലത്തിനനുസരിച്ച് നിങ്ങൾ വീട് വെച്ചോ, കാലത്തിനനുസരിച്ച് നിങ്ങൾ വാഹനം മേടിച്ചോ, കാലത്തിനനുസരിച്ച് നിങ്ങൾ ദീനിന് കുഴപ്പമില്ലാത്ത കല്യാണം നടത്തിക്കോ, ഫംഗ്ഷൻ നടത്തിക്കോ, ഒക്കെ നമുക്ക് സമ്മതിക്കാം. പക്ഷെ കാലത്തിനനുസരിച്ച് എന്റെ മകന് വളർത്തണമെന്ന് പറയുന്ന ഒരു പുതിയ ലോകമുണ്ടല്ലോ, അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തുകൂടാ. നമ്മൾ സമ്മതിച്ചു കൊടുത്തുകൂടാ. കുട്ടികളുടെ ഉള്ളിലെ, കുട്ടികളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന മൊബൈൽ ചെറിയൊരു സാധനമാണെങ്കിലും ആ മൊബൈലിൽ അവർ കാണുന്ന ചാറ്റിംഗ് ചെയ്യുന്ന, അതുകൊണ്ട് ഉപയോഗിക്കുന്ന ആ മക്കളുടെ അവസ്ഥകളെ കൂടി നമ്മൾ മാനിക്കണം. അല്ലെങ്കിൽ അപകടത്തിലേക്ക് പോകും. ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ച് കർശനമായി പറയുന്നു, നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാടുകളിൽ അങ്ങനെ ഒരു മക്കൾ വളർന്നു വന്നാൽ, അങ്ങനെ ഒരു പെൺമക്കൾ വളർന്നു വന്നാൽ അത് നമ്മുടെ തലമുറകളെ ബാധിക്കും. ഇത്രകാലം നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് നമ്മുടെ മക്കളെയും സമുദായത്തിനെയും വീടിനെയും വളർത്തിയത് വെറുതെയായി പോകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറിയം ബീവി പറഞ്ഞല്ലോ, എന്നെ നിങ്ങൾ അരുതായ്മയിലേക്ക് ക്ഷണിക്കരുത്, ഞാൻ നന്നായി പോവട്ടെ എന്ന് പറഞ്ഞ യുവത്വത്തിന്റെ മറിയം ബീവിയെ നമുക്ക് എടുക്കാൻ കഴിയോ? നിസ്കാരത്തിൽ ഖുശൂ കിട്ടാത്തത് പരിശുദ്ധ റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നിസ്കാരം ആസ്വദിക്കണമെങ്കിൽ, ഇബാദത്ത് ആസ്വദിക്കണമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ഹറാമിൽ നിന്ന് വിട്ടു നിർത്താൻ കഴിയണം. അത് നിങ്ങൾ എന്ന് പറഞ്ഞവിടെ ഹബീബായ റസൂൽ പറയുന്നുണ്ട്. നിങ്ങളാവട്ടെ, നിങ്ങളുടെ കുടുംബമാവട്ടെ, രക്ഷിതാക്കളാവട്ടെ, ആരാണെങ്കിലും ശരി, അവരെ കണ്ണുകൾ ഹറാമിൽ നിന്ന് മാറ്റി നിർത്താത്ത കാലത്തോളം അവർക്കൊരിക്കലും അവരുടെ നിസ്കാരത്തിൽ, ഇബാദത്തിൽ, അവരുടെ മറ്റുള്ള നല്ല കർമ്മങ്ങളിൽ അവർക്കൊരിക്കലും അതിന്റെ മാധുര്യത്തെ ആസ്വദിക്കാൻ കഴിയുകയില്ല. മുന്നോട്ട് വരണം എന്റെ പ്രിയപ്പെട്ടവരെ, ജാഗ്രത പുലർത്തണം ഈ വിഷയങ്ങളിൽ. ഒരു കാരണവശാലും നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ വീടുകളിൽ ലഹരിക്കടിമപ്പെട്ട മക്കൾ ഉണ്ടാവരുത്. നമ്മുടെ വീടുകളിൽ വ്യഭിചാരത്തിന് അടിമപ്പെട്ട മക്കൾ ഉണ്ടാവരുത്. പുതിയ കാലഘട്ടത്തെ തിരിച്ചു വായിച്ചുകൊണ്ട് പഴയ കാല സ്വഭാവവും പുതിയ അനുഭവങ്ങളും പങ്കുവെക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.